ഹലോ കേസ് വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് നമ്മുടെ ചാനൽ വന്നിട്ടുള്ളൊരു കിട്ടിയില്ല വീഡിയോ ആയിട്ടാണ്. അപ്പം മച്ചാന്മാർ നമ്മുടെ FF വരും ദിവസങ്ങളിൽ തന്നെ ന്യൂ ആളൊരു ഇവൻറ്റ് നമ്മുടെ FF സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവൻറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ റെമസ്റ്റർ ഉണ്ട്, നമ്മുടെ WWE റെമസ്റ്റർ ഉണ്ടല്ലോ, അപ്പോൾ അതായിട്ടുള്ളൊരു ഇവൻ്റ് ആട്ടോ. അപ്പോൾ അതിൻ്റെ ബണ്ടിലൊക്കെ വരാൻ പോകുന്ന കൂട്ടം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്തൊക്കെ ഇവൻ്റാണ് വരാൻ പോകുന്നത്, അപ്പോൾ അതുപോലെ നമുക്ക് ഫ്രീ ആയിട്ട് എന്തൊക്കെ റിവാർഡ്സ് കിട്ടുന്നൊക്കെയാണ് ഇന്ന് നമ്മുടെ വീഡിയോയുടെ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വരാൻ പോകുന്ന ടൈം നോക്കുകയാണെങ്കിൽ വളരെ അടുത്ത് തന്നെ കേട്ടോ. ഇപ്പോൾ വരും ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ അതിനെക്കുറിച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ AWMD ആ റിംഗ് ഇവൻറ്റ് എപ്പോഴാണ് വരാമെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് നല്ലൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ബോസിൻ്റെ അറൈവൽ ആനിമേഷൻ, അപ്പോൾ അതിനെക്കുറിച്ചും കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ അധികം അപ്ഡേറ്റ് ആണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് പിക്കിലെ ടോപ്പ് ആല കമൻറ്റുകൾക്കുള്ള ആൻസറും ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നോക്കാൻ പോകുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഗീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ നമ്മുടെ റെഡീം കോഡ് ടാർഗറ്റ് ആയിട്ട് നമ്മൾ ഈ പ്രാവശ്യം തരാൻ പോകുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ടാർഗറ്റ് ഒന്നും ആയിട്ടില്ല, വളരെ കുറച്ച് ലേക്ക് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അടുത്ത ഒരു റെഡീം കോഡ് കിട്ടാൻ വേണ്ടി നല്ലൊരു 500 ലേക്ക് ഈ വീഡിയോക്ക് ഒരു 500 ലേക്ക് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെയാണ് എന്തായാലും റെഡീം കോഡ് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനലൊക്കെ റെഡീം കോഡ് നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ചാനൽ ഫോളോ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നമ്മളെ ബിഗ് ബോസിൻ്റെ അറൈവൽ ആനിമേഷൻ എന്നാ വരാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ശരിക്കും നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നലെയൊക്കെ വരേണ്ടതായിരുന്നു. അപ്പോൾ ഇതുവരെ വന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ന്യൂ ആലൊരു അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. നമുക്ക് ആഗസ്റ്റ് മാസം 10-ാം തീയതിക്കുള്ളിലായിട്ട് നമ്മുടെ ബോസിൻ്റെ ഈ അറൈവൽ ആനിമേഷന് വന്നേക്കാന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അറൈവൽ ആനിമേഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ സംഭവം കിഡിലെ നല്ലൊരു അറൈവൽ ആനിമേഷൻ പറയാൻ പറ്റും കേട്ടോ. ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. ഏകദേശം ഒരു 1100 ഡയമണ്ടൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, കൺഫേം ആയിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വരും ദിവസം തന്നെ ഇത് വരാമെന്ന് കൺഫേം ആയ ഡേറ്റ് കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കിട്ടാണ്ട് നമ്മൾ വീഡിയോയിൽ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു അപ്ഡേറ്റ് തന്നെ കാരണം നമ്മൾ AWMൻ്റെ ഏതെങ്കിലും സ്കിന്നീസ് നമുക്ക് റിംഗിലൂടെ വരുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ AWMക്ക് വേണ്ടി അത്രയ്ക്ക് ആൾക്കാരുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഫുള്ള് സ്നൈപ്പർ പ്ലേയേഴ്സാണ് തോന്നുന്നുണ്ട്. എന്തായാലും നമ്മൾ കാത്തിരിക്കുന്ന പോലെ തന്നെ ടോപ്പ് ആല സ്കിന്നുകൾ തന്നെയാണ് നമുക്ക് റിട്ടേൺ ആയിട്ട് വരാൻ പോകുന്നത്. ഓൾറെഡി ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബാംബു ടൈപ്പ്, നമ്മളെ ബാംബു ടൈപ്പ് അല്ലെങ്കിൽ AWMൻ്റെ സ്കിൻ ഉണ്ടല്ലോ, കിഡിലൻ സ്കിന്നാണ്, സ്കോപ്പിനൊക്കെ സ്കിന്നായിട്ടുള്ള. അപ്പോൾ അതടക്കം റിട്ടേൺ ആയിട്ട് വരാൻ പോകുന്നു. ആട്രിബ്യൂട്ടൊന്നും രക്ഷയില്ലാത്ത ആട്രിബ്യൂട്ടാട്ടോ. അപ്പോൾ ഇത് കൂടെ നമ്മളെ AWMൻ്റെ ഇൻക്യൂബേറ്റർ സ്കിന്നുകൾ ഉണ്ടല്ലോ, അപ്പോൾ അതുകൂടി ഇതിലൂടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഒരു കോമ്പിനേഷൻ റിംഗ് ഇവൻ്റ് ആവാനാണ് ചാൻസ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിലൊരു മറ്റൊരു കണ്ണൂടി റിട്ടേൺ ആയിട്ട് വരാൻ ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് വരാറില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയേണ്ടി വരും ഇത് എപ്പോഴാണ് വരാമെന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചൊരു അപ്ഡേറ്റ് ഒന്നുള്ളത് നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ മാസമാണ് നമുക്ക് റിംഗ് ഇവൻ്റ്. അപ്പോൾ AWMൻ്റെ റിംഗ് ഇവൻ്റ് നമ്മുടെ FF എത്താൻ പോകുന്നതാണ് ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ന്യൂ ആയിട്ട് അപ്ഡേറ്റ് എന്നുള്ളത്. അപ്പോൾ നെക്സ്റ്റ് റിംഗ് ഇവൻ്റ് മാക്സിമീസ് നമ്മുടെ മാഗിൻ്റെ, അപ്പോൾ നമ്മുടെ ബ്ലഡ് മൂൺ ഇവൻ്റ് നമ്മുടെ സാമറ ബണ്ടിലൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ തീമിൽ ഒരു മാഗിൻ്റെ ഒരു ഗണ്ണ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു യൂണിവേഴ്സ് റിംഗ് ഇവൻ്റൊക്കെ വരാനാണ് ചാൻസ് കാണുന്നത് കേട്ടോ. വെയിറ്റ് ചെയ്യുക, കൺഫേം ആയ ശേഷം എന്തായാലും അറിയിക്കുക കേട്ടോ. അപ്പോൾ അതിന് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാവരും കാത്തിരിക്കുന്ന പോലെ നമ്മളെ മെയിൻ ആല കണ്ടന്റ് ആണ്. അപ്പം മച്ചാന്മാർ നമ്മളെ FF നമ്മുടെ AAA ഒരു കൊളാബറേഷൻ ഇവൻ്റ് വരാൻ പോവാ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൽ മെയിനായിട്ട് നമ്മൾ റെമസ്റ്ററിൻ്റെ കുറച്ച് ഐറ്റംസ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് തന്നെ ഒരു കിട്ടിയില്ല നല്ലൊരു യൂണിവേഴ്സ് റിംഗ് ഇവൻ്റ് ആണ് വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ റെമസ്റ്ററിൻ്റെ ബണ്ടിൽ ഒരു രക്ഷയില്ല കേട്ടോ. അത് തന്നെ ചാമ്പ്യൻഷിപ്പ് ബിൽറ്റും കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു രക്ഷയില്ല, നല്ല ലുക്കാണ് കേട്ടോ. അപ്പോൾ റിയൽ ആയിട്ട് തന്നെ ഒറിജിനലി നമ്മൾ റെമസ്റ്ററിനെ കാണുന്ന പോലെ തന്നെ മേക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 619 ആ പാൻ്റ് ആണെങ്കിലും എൻ്റെ മാസ്ക് ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വേണ്ട നോക്കാൻ ഗ്ലൂ വാൾ സ്കിൻ ആട്ടോ. അപ്പോൾ ഗ്ലൂ വാൾ സ്കിൻ ഇതിൽ വരുമോയെന്ന് അറിയില്ല, കുറച്ച് ഡൗട്ട് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് മറ്റൊരു റെസ്ലറുണ്ട്, ഒരു മാസ്ക് വന്നിട്ടുണ്ട്. മാസ്ക് നോക്കുക ടെറർ ലുക്ക് തന്നെ കേട്ടോ, സംഭവം സീനായൊരു മാസ്ക് എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഒരു കിടിയനാല കാർ സ്കിൻ കൂടി കേട്ടോ. അപ്പോൾ നമ്മുടെ റെമസ്റ്ററിൻ്റെ ആ മാസ്ക് കാണുന്ന ആ ചിറക് പോലെ സംഭവമൊക്കെ ആയാലൊരു കാർ സ്കിന്നാണ്, റെമസ്റ്റർ തീമിലായ കാർ സ്കിന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു യൂണിവേഴ്സ് റിംഗ് ഇവൻ്റ് നമ്മുടെ FF ഈ വരുന്ന 4 to 5-ാം തീയതിക്കുള്ളിലായിട്ട്, അപ്പോൾ ആഗസ്റ്റ് മാസം 4 to 5-ാം തീയതിക്കുള്ളിലായിട്ട് വരുന്നത് ആര് കേട്ടോ. അപ്പോൾ അതിൽ വരാവുന്ന കൺഫേം ആയ ഐറ്റംസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ബണ്ടിൽ എന്തായാലും ഉണ്ടാവും. അതുപോലെ കാർ സ്കിന്നൊക്കെ ഉണ്ടാവും. അതുതന്നെ ഞാൻ പറഞ്ഞ ഗ്ലൂ വാൾ സ്കിന്ന്, ഒരു വർഷം ഗ്ലൂ വാൾ സ്കിന്ന് നമുക്ക് ആ റിംഗിലൂടെ വന്നിട്ടില്ല എങ്കിൽ ഇങ്ങനെ ഒരു വാൾ റോൾ ഇവനിലൂടെ വരാനാണ് ചാൻസ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമുക്ക് വാൾ റോൾ ഇവനിലൂടെ
വരുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പറഞ്ഞ് ചാൻസ് കുറവാണ് റിങ്ങുവിലൂടെ വരാൻ. നെക്സ്റ്റ് ആയിട്ട് മറ്റൊരു മാസ്കിൻ്റെ ഫേസൊക്കെ ആയിട്ടുള്ള ഒരു ഗ്ലൂ വാൾ സ്കിന്ന് അതൊക്കെ ഓൾറെഡി വന്നതാണ്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ബ്രസീലിൻ്റെ തീമായിട്ടുള്ള മറ്റൊരു ഗ്ലൂ വാൾ സ്കിന്ന് ഏതൊക്കെ റെസ്ലേഴ്സിൻ്റെ സംഭവമാണ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു വാൾറോൾ ഇവൻ്റ് കൂടി നമ്മൾ FF വരും. അപ്പോൾ എന്തായാലും വാൾറോൾ ഇവൻ്റ് കാര്യം നമുക്ക് കൺഫർമേഷൻ വന്നിട്ടില്ല കേട്ടോ. എന്തായാലും വെയിറ്റ് ചെയ്യാൻ വരും ദിവസത്തിന് അപ്ഡേറ്റ് ആവുമെന്ന് വിചാരിക്കുന്നത്. എന്തായാലും റെമസ്റ്ററിൻ്റെ ആ ഗ്ലൂ വാൾ സ്കിൻ സംഭവം അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് വരാമെന്നൊരായിട്ട് നോക്കുകയാണെങ്കിൽ ഫിസ്റ്റ് സ്കിന്നാട്ടോ. അപ്പോൾ ഫിസ്റ്റ് സ്കിന് നോക്കുകയാണെങ്കിൽ ഓവറോൾ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല കിഡിലനാല ഫയർ എഫക്റ്റൊക്കെ ആയ ഒരു ഫിസ്റ്റ് സ്കിന്നാണ് ഈ അടുത്ത് വന്നിൽ നല്ലൊരു ഫിസ്റ്റ് സ്കിന്ന് പറയാൻ പറ്റും. അപ്പോൾ എനിക്ക് എന്തായാലും വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുതന്നെ ഫിസ്റ്റ് സ്കിന്ന് മോക്കോ സ്റ്റോർ ഇവനിലൂടെ ഒക്കെ വരുന്നതാണ് പറയുന്നത്. എന്തൊക്കെ നടക്കാൻ പോകുന്ന അറിയില്ല. മോക്കോ സ്റ്റോർ ഇവനിലൂടെ നമുക്ക് ന്യൂ ആയിട്ട് ഫിസ്റ്റ് സ്കിന്നൊക്കെ വരുമോ എന്ന് അറിയില്ല, കുറച്ച് ഡൗട്ടാണ്. അപ്പോൾ നമുക്ക് മാക്സിമം റിട്ടേൺ ഐറ്റംസ് ആണ് മോക്കോ സ്റ്റോറുകളിലൂടെ കൊണ്ടുവരാറുള്ളത്. ഓൾഡ് ടൈമിലൊക്കെ വന്നിട്ടുണ്ട് ന്യൂ ആയിട്ട്. അപ്പോൾ എന്തായാലും വരും ദിവസത്തിന് ഇതിനെക്കുറിച്ചും കൺഫേം ആയ അപ്ഡേറ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ബണ്ടിൽ പോലെ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയി നിൽക്കുന്ന ഒരു ഐറ്റം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവൻ്റെ ഭാഗമായിട്ട് ഒരു കിഡിലനായിട്ടുള്ളൊരു ഇമോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇമോട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ ബെൽറ്റ് ഇങ്ങനെ എടുത്തും കൊണ്ട് അതുപോലെ തന്നെ ഇമോട്ടിൻ്റെ പേരെന്നെ നോക്കുകയാണെങ്കിൽ ദി ചാമ്പ്യൻ ഈസ് ഹിയർ എന്നാട്ടോ. അടിപൊളിയായ ഡയലോഗൊക്കെയാണ്. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു ഷോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബെൽറ്റ് ഇങ്ങനെ ഇമോട്ട് ഇടുന്ന ടൈമിൽ മുകളിലായിട്ട് ഈ ബെൽറ്റും കാണിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മളെ പേരും ഷോ ആവും കേട്ടോ. ആ സംബന്ധം നൈസായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ പേര് ആ ബാഡ്ജിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതി കാണിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് പേരായിട്ടുള്ളത് അതൊക്കെ എഴുതി കാണിക്കട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇത് വരാൻ പോകുന്ന പോസിബിൾ ടൈം നോക്കുകയാണെങ്കിൽ ആഗസ്റ്റ് മാസം 6-ാം തീയതി ടു 7-ാം തീയതി കേട്ടോ. എന്തായാലും നല്ലൊരു കിഡിലനാല് ഇമോട്ട് പറയാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളൊരു ഗുസ്റ്റ് കാണുന്ന പ്ലെയർ കൂടിയാണെങ്കിൽ പിന്നെ പറയും വേണ്ട എന്തായാലും എടുക്കാൻ തോന്നുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നല്ലൊരു ഐറ്റം തന്നെ കേട്ടോ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ മറ്റുള്ള കുറച്ച് ഇമോട്ട് വരാനും ചാൻസ് ഉണ്ട്. വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ വേറെ ഇമോട്ടുള്ള കാര്യം അറിയില്ല കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് ഫ്രീ റിവാർഡ്സ് ആയിട്ട് എന്തൊക്കെ കിട്ടും നോക്കുക കേട്ടോ. അപ്പോൾ അതിന് ഇവൻറ്റ്സ് വരാൻ പോകുന്ന പോസിബിൾ ടൈം നോക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ലീക്കേഴ്സ് എന്നുള്ള അപ്ഡേറ്റ് ക്ലിയർ ആണെങ്കിൽ ഈ വരുന്ന 1-ാം തീയതി മുതൽ തന്നെ, അപ്പോൾ മറ്റന്നാൾ തീയതി മുതൽ തന്നെ നമ്മൾ റെമസ്റ്റീറിൻ്റെ ഈ ഇവൻ്റ് ആക്കാൻ നമ്മൾ ഫ്രീ ഫയർ ഓടാട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് പാരഫലിൻ്റെ ഒരു ഗൺ സ്കിന് പെർമനൻ്റ് ആയിട്ട് കിട്ടാൻ പോകുന്നുണ്ടെന്നാണ് ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് അപ്ഡേറ്റ് ആയിട്ട് വന്നുള്ളത്. അപ്പോൾ ഗൺ സ്കിൻ ഇതുപോലെയാണ് കാണാൻ പറ്റും. നല്ലൊരു ആട്രിബ്യൂട്ട്, കുഴപ്പമില്ല, ഫ്രീ ആയിട്ടുള്ള സ്കിന്നാണ്, സിംഗിൾ ഡാമേജ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഡബിൾ അക്രോസിങ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്കിന്നായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാരഫിലിൻ്റെ സ്കിന്നേ ഇല്ലാത്തവർക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിട്ട് മാറും. അപ്പോൾ എൻ്റെ കയ്യിലൊന്നും പാരഫിലിൻ്റെ സ്കിന്നേ ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനൊക്കെ അപ്പോൾ ഈ ഇവൻറ്റ് വരാണെങ്കിൽ ഫ്രീ ആയിട്ട് ഈ ഗൺ സ്കിന്ന് കിട്ടുകയാണെങ്കിൽ എനിക്കൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ട് മാറുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാവുന്ന ടോട്ടൽ റിവാർഡ്സ് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്കൊരു ബാനർ, നമ്മളെ 619 ബാനർ, നെക്സ്റ്റ് ആയിട്ട് നമ്മളെ മാസ്ക്, നമ്മളെ റെമസ്റ്ററിൻ്റെ മാസ്ക് ടൈപ്പ് ആയ ഒരു അവതാർ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ബെൽറ്റ് പോലുള്ളൊരു ബാഗ് സ്കിൻ കിട്ടും. വളരെയധികം വെറൈറ്റി ഉണ്ട് സംഭവം, അടിപൊളിയായിട്ട് മേക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബാഗ് സ്കിൻ, മറ്റൊരു മാസ്ക് ടൈപ്പ് ആയ ബാഗ് സ്കിന്ന്. അപ്പോൾ ഈ മാസ്ക് ടൈപ്പ് ആയ ബാഗ് സ്കിന്നൊക്കെ ഇതിൽ ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാര്യമല്ല, ഫ്രീ ലിസ്റ്റിൽ ഇതൊക്കെ ആടിയിട്ടുണ്ട്. എത്ര ബാഗാണ് ഫ്രീ ആയിട്ട് തരാൻ പോകുന്ന ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ലൂട്ട് ബോക്സ് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് തരാൻ പോകുന്ന ഒരു ഐറ്റം നോക്കുകയാണെങ്കിൽ നിങ്ങൾ റെമസ്റ്റോറിൻ്റെ എൻട്രി കണ്ടിട്ടുണ്ടാവും. മാക്സിമം നമ്മൾ റെമസ്റ്റർ WW കാണുന്ന ടൈമിൽ നമ്മളിങ്ങനെ സ്റ്റേജിക്കുമല്ലോ. അപ്പോൾ ആ ടൈമിൽ ഒരു ടൂൺ ഉണ്ടാവുമല്ലോ, ഒരു പാട്ട്. അപ്പോൾ അതിൻ്റെ ഒരു മ്യൂസിക് CD ആണ് തോന്നുന്നുണ്ട്, മ്യൂസിക് CD തരുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ബാനർ അവതാറൊക്കെ നമുക്ക് ഈ 1-ാം തീയതി ന്യൂ ആയ CS റാങ്ക് സീസൺ വരാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തരാൻ പോകുന്ന മിഷൻ വഴി നമുക്ക് ഫ്രീ ആയിട്ട് ഈ റിവാർഡ്സ് തന്നേക്കാന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊരു ഐറ്റം നോക്കുകയാണെങ്കിൽ നമ്മുടെ ടൂത്ത് പേസ്റ്റിൻ്റെ തീമിലാല പിസ്റ്റൽ ഉണ്ടല്ലോ, ആ ഡബിൾ പിസ്റ്റൽ, അപ്പോൾ അതിൻ്റെ സ്കിന്നോട് ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു കിഡിലനാല ഇവൻ്റാണ് വരാൻ പോകുന്നത്. അപ്പോൾ ലീക്കേഴ്സ് എന്നുള്ളൊരു അപ്ഡേറ്റ് ക്ലിയർ ആണെങ്കിൽ 1-ാം തീയതി മുതൽ തന്നെ നമുക്ക് ഇവൻറ്റ് നമ്മൾ FFൽ സ്റ്റാർട്ട് ആവുന്നത് ആർക്കും. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാൻ നാളെ എന്തായാലും ഇതിനെക്കുറിച്ച് കൺഫേം ആയ അപ്ഡേറ്റ് കിട്ടുമെന്നും വിചാരിക്കുന്നുണ്ട്. ഈ ചാനൽ അല്ലെങ്കിൽ മറ്റേ ചാനൽ ഇതിനെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ കമൻറ്റുകൾക്കുള്ള ആൻസർ നോക്കുക. ഫസ്റ്റ് തന്നെ ഒരു ബ്രദർ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ നെയ്ബറി, നമ്മൾ അടുത്ത് കളിക്കുന്ന പ്ലേയേഴ്സിന് സ്കാൻ ചെയ്ത് കാണിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അപ്ഡേറ്റ് വരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഫ്യൂച്ചറിൽ അപ്ഡേറ്റ് വരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വരുമെന്നാണ് ചോദിച്ചുള്ളത്. അപ്പോൾ ഇപ്പോൾ വരുമെന്നൊക്കെ ചോദിച്ചുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് കാര്യമായിട്ട് അപ്ഡേറ്റ് പറയാനായിട്ടില്ല. എന്തെന്ന് വെച്ചാൽ നമുക്ക് അഡ്വാൻസ് സെർവർ ഓപ്പൺ ആവണം. അപ്പോൾ ഈ പ്രാവശ്യത്തെ അഡ്വാൻസ് സെർവറിൽ നമുക്ക് വരും ദിവസത്തിൻ്റെ ഓപ്പൺ ആവാൻ പോവാണ്. അപ്പോൾ അത് ഓപ്പൺ ആയിക്കാൻ ഇതിനെക്കുറിച്ച് നല്ലൊരു അപ്ഡേറ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ആയിട്ടൊരു ബ്രദർ കമൻറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ലെവൽ പാസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഓഫർ വരുമെന്നാണ് ചോദിച്ചുള്ളത്. ലെവൽ പാസിൽ നമുക്ക് ആനിവേഴ്സറിൻ്റെ ടൈമിൽ പോലും ഓഫർ വന്നിട്ടില്ല, പിന്നെ അല്ലേ നമുക്ക് സാധാരണ ടൈമിൽ വരാൻ സാധ്യതയില്ല. അപ്പോൾ ഇനി നമുക്ക് ഓഫർ വരാണെങ്കിൽ തന്നെ ചാൻസ് ഉള്ളത് നോക്കുകയാണെങ്കിൽ നമ്മൾ ദീപാവലി ഇവൻറ്റ് ആ ടൈമിൽ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ആനിവേഴ്സറി ടൈമിൽ നമ്മൾ 9th ആനിവേഴ്സറി ഉണ്ടല്ലോ, 9th ആനിവേഴ്സറി ഇപ്പോൾ കഴിഞ്ഞ്, അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഈ നമ്മൾ 10th ആനിവേഴ്സറി, അപ്പോൾ അതിൻ്റെ ടൈമിലൊക്കെ വരാനും ചാൻസ് കാണുന്നുണ്ട് കേട്ടോ. എന്താ അറിയില്ല,
വരുമെന്ന് അറിയില്ല. നമുക്ക് ഈ ഫ്രീ ഫയർ ഇതുവരെ നമുക്ക് ലെവൽ പാസിനൊന്നും ഓഫർ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വരുമോയെന്ന് അറിയില്ല, നമുക്ക് വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കുറേ ആൾക്കാർ നമ്മൾ 22 സൗർ ബണ്ടിനെ കുറിച്ച് കുറേ ആൾക്കാർ അപ്ഡേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴാണ് റിട്ടേൺ വരാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലീക്കേഴ്സ് ഓൾറെഡി അപ്ഡേറ്റ് തന്നിട്ടുണ്ട്, നമുക്ക് റിട്ടേൺ വരാൻ പോകുന്നു കൂട്ടും. ഓൾറെഡി അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 22 സൗറൊക്കെ നമ്മുടെ FFലേക്ക് ഉടൻ തന്നെ വരുന്നുണ്ട്. ഡേറ്റും കാലമൊന്നും പറയാനായിട്ടില്ല, അപ്പോൾ അപ്ഡേറ്റ് വന്നിട്ടില്ല. അതുകൊണ്ടാണ് റിട്ടേൺ ബാക്ക് ആട്ടോ. എന്തായാലും റിട്ടേൺ ആയിട്ട് വരുന്നുണ്ടോ അത് നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടാനും പോകുന്നത് കേട്ടോ. എന്തെങ്കിലും ന്യൂ ആയിട്ട് അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ അറിയിക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ FFലേക്ക് അപ്കമിങ് ആർട്ടിസ് വരാൻ പോകുന്ന ഇവൻറ്റിനെ കുറിച്ചോ റിട്ടേൺ ആർട്ടിസ് വരാൻ പോകുന്ന ഐറ്റത്തിനെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ താഴെ കമൻറ്റ് ചെയ്യുക. നല്ല കമൻറ്റും കാലൊക്കെ മാക്സിമം പിക്ക് ചെയ്തുകൊണ്ട് അടുത്ത വീഡിയോ തന്നെ ഇതുപോലെ തന്നെ ഞാൻ അതിനുള്ള ആൻസർ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്താൻ പോകുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ബാക്കിയുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു കിട്ടിയില്ല നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ബായ്.